ഗുഡ് മോർണിംഗ് ഓൾ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത്. ഓക്കെ, ചാപ്റ്ററിൻ്റെ പേര് ലീനിയർ പ്രോഗ്രാമിംഗ് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ കേട്ട് പരിചയമുള്ള ഒരു ടേം തന്നെയാണ് ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം ഇതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ലീനിയർ പ്രോഗ്രാമിംഗ് ഈസ് എ മാത്തമാറ്റിക്കൽ ടെക്നിക് ഫോർ ഡിറ്റർമൈനിങ് the optimal allocation of resources and obtaining a particular objective when there are alternative use of resources. The objective in resource allocation may be minimization of cost or maximization of profit. സാധാരണ കമ്പനികളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിൽ തന്നെ നമ്മൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന ഒരു മാത്തമാറ്റിക്കൽ ടെക്നിക്കാണ് ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഒരു ഇൻഡസ്ട്രി ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡെഫിനിഷൻ അല്ലെങ്കിൽ മീനിങ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നിലധികം ഉപയോഗമുള്ള റിസോഴ്സസുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒന്നെങ്കിൽ പ്രോഫിറ്റിനെ മാക്സിമൈസ് ചെയ്യാൻ അല്ലെങ്കിൽ കോസ്റ്റിനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അതായത് ചെറിയൊരു എക്സാമ്പിളിലൂടെ പറയാം. സാധാരണ ലെതറിൽ നിന്നാണ് നമ്മുടെ ഷൂവ്, ചെരുപ്പ്, അതുപോലെ തന്നെ നമ്മുടെ പേഴ്സ്, ബെൽറ്റ്, അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ഉണ്ടാക്കുന്നത്. റിസോഴ്സ് എന്ന് പറയുന്നത് സെയിമാണ്. അതായത് ലെതർ എന്ന് പറയുന്ന മെറ്റീരിയലിൽ നിന്നാണ് ഈ വസ്തുക്കളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഷൂവിനൊരു പ്രൈസാണ് ഉണ്ടാവുക, ഇപ്പോൾ ചെരുപ്പാണെന്നുണ്ടെങ്കിൽ മറ്റൊരു പ്രൈസാണ് ഉണ്ടാവുക, ഇപ്പോൾ ബെൽറ്റ് ആണെന്നുണ്ടെങ്കിൽ മറ്റൊരു പ്രൈസാണ് ഉണ്ടാവുക. അതായത് ഈ ഓരോ വസ്തുവിനും നമ്മൾ കൊടുക്കുന്ന റിസോഴ്സും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻകവും ഡിഫറൻ്റ് ആണ്. അപ്പോൾ നമ്മളെ കയ്യിലുള്ള റിസോഴ്സ് എന്ന് പറയുന്നത്, ആ റിസോഴ്സ് എന്ത് ചെയ്യണം, നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് വേണം ഓരോ വസ്തു ഉണ്ടാകും. അപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് 3 വസ്തുക്കളായിട്ട് XYZ എന്നെടുക്കാമെന്ന് വിചാരിച്ചോളേ. ഇപ്പോൾ എക്സിന് ഇത്ര പോർഷൻ റിസോഴ്സ്, അതുപോലെ തന്നെ വൈക്ക് ഇത്ര പെർസെൻറ്റേജ് റിസോഴ്സ്, അതുപോലെ തന്നെ സെഡിന് ഇത്ര പെർസെൻറ്റേജ് റിസോഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ ഓഹരി വെക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ലാഭം ഏത് രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്താലാണ് എന്ന് നമ്മൾ കണ്ടെത്തുന്ന ഒരു ടെക്നിക്കാണ് ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് കരുതുന്നു. ഒന്നുകൂടി പറയാം. ഒരു റിസോഴ്സിൽ നിന്ന് ഒന്നിലധികം പ്രൊഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഈ 2 പ്രൊഡക്റ്റിൽ മീൻസ് എത്ര പ്രൊഡക്റ്റാണുള്ളത് അതിനുള്ള റിസോഴ്സസുകൾ എന്താണ്, ഈക്വൽ അല്ല, ഡിഫറൻ്റ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ പ്രൈസും എന്താണ്, ഡിഫറൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ ഈ റിസോഴ്സസിനെ എങ്ങനെ അലോക്കേറ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ എക്സ് എത്ര യൂണിറ്റ്, വൈ എത്ര യൂണിറ്റ്, സെഡ് എത്ര യൂണിറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് നമുക്ക് വളരെ വ്യക്തമായി കാണിച്ചു തരുന്ന ഒരു ടെക്നിക്കാണ് ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഏകദേശം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. മറ്റു ഡെഫിനിഷനിലേക്ക് പോവാം. സാമുവൽസണും അതുപോലെ തന്നെ ഡോഫ്മാൻ തന്നിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. ദ അനാലിസിസ് ഓഫ് പ്രോബ്ലംസ് ഇൻ വിച്ച് a linear function of a number of variables is to be maximized or minimized when these variables are subject to a number of restraints in the form of linear equation. Linear equation കൺസ്ട്രെയിൻസ് അല്ലെങ്കിൽ റെസ്ട്രെയിൻസ് ആയിട്ട് വരുന്ന സിറ്റുവേഷനുകളിൽ മാക്സിമൈസേഷൻ അല്ലെങ്കിൽ മിനിമൈസേഷൻ എന്നീ ഒബ്ജക്റ്റീവുകൾ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ പ്രോബ്ലത്തെ അനലൈസ് ചെയ്യുന്ന ഒരു ടെക്നിക്കിനെയാണ് ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് മീനിങ്ങിലേക്കൊന്ന് പോവാം. ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്, ഒന്നുകൂടി മീനിങ്ങിലേക്കൊന്ന് പോവാം. ലീനിയർ പ്രോഗ്രാമിംഗ് ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക് which is used for the optimum allocation of
ലിമിറ്റഡ് റിസോഴ്സസ്. ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കാണ്. അതുപയോഗിച്ചുകൊണ്ട് ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസിനെ ഒപ്റ്റിമമായിട്ട് അലോക്കേറ്റ് ചെയ്യാൻ നമുക്ക് എന്തുണ്ട് സാധിക്കുന്നുണ്ട് ടു ദ ആക്ടിവിറ്റീസ്, ഓരോരോ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഓരോരോ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഓരോരോ പ്രൊഡക്റ്റുകൾ. ഓക്കെ, സോ ആസ് ടു മാക്സിമൈസ് ദ പ്രോഫിറ്റ് ഓർ ടു മിനിമൈസ് ദ കോസ്റ്റ്. പ്രധാനമായിട്ട് നമുക്ക് 2 ലക്ഷ്യങ്ങളാണ് ഉണ്ടാവുക. ഈ റിസോഴ്സസുകൾ അലോക്കേറ്റ് ചെയ്യുന്ന സമയത്ത് 2 ഒബ്ജക്റ്റീവുകളാണ് നമുക്ക് ഉണ്ടാവുക. 2 ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, ഒന്ന് മിനിമൈസേഷൻ ഓഫ് കോസ്റ്റാണ്. അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു സർവീസിൻ്റെ കോസ്റ്റ് ഏറ്റവും മിനിമൈസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റ് ഏറ്റവും മാക്സിമൈസ് ചെയ്യും. ഓക്കെ, under such assumption as certainty, linearity and consistency of related factors. അപ്പോൾ നമ്മൾ ഈ റിസോഴ്സസിനെ അലോക്കേറ്റ് ചെയ്യുന്ന സമയത്ത് മറ്റു ചില കാര്യങ്ങൾ കൂടി നമ്മൾ അവിടെ എന്തുണ്ട് പ്രാധാന്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഈ റിസോഴ്സസിനെ കൃത്യമായി അലോക്കേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ മേ ബി ഈ XY എന്ന് പറയുന്ന പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് മെഷീൻസ് മേ ബി എന്തുണ്ടാവും, മെഷീൻ ഹവറിൽ മേ ബി ചേഞ്ച് ഉണ്ടാവാം, ലേബർ ഹവറിൽ മേ ബി ചേഞ്ച് ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ കൃത്യമായി റിസോഴ്സസിനെ അലോക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ലീനിയർ പ്രോഗ്രാമിംഗ് ഇൻവോൾവ്സ് formulating the problem in linear terms and solving it an optimal manner. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലീനിയർ പ്രോഗ്രാമിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ആക്ച്വലി ലീനിയർ ഫോർമാറ്റിൽ ഒരു പ്രോബ്ലം ഡെവലപ്പ് ചെയ്യണം. അതായത് ഇപ്പോൾ മാക്സിമൈസേഷൻ ആണ് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് കരുതുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ പ്രോബ്ലം എന്ന് പറയുന്നത് മാക്സിമൈസ് Z ഈസ് ഈക്വൽ ടു ഒരു എക്സിന് എത്രയാണ് പ്രോഫിറ്റ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ 6 ആണെന്ന് വിചാരിക്കാം. 6x പ്ലസ് വൈക്ക് കിട്ടുന്നത് 4 രൂപയാണെന്ന് വിചാരിക്കാം പ്രോഫിറ്റ്. അപ്പോൾ മാക്സിമൈസ് Z ഈസ് ഈക്വൽ ടു 6x പ്ലസ് 4y എന്നാണ് ഉണ്ടാവുക. അതായത് എത്ര എക്സ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്ലസ് എത്ര y ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇതിന് ഓരോന്നിനോടും നമുക്ക് എത്രയാണ് കിട്ടുന്ന പ്രോഫിറ്റ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം മാക്സിമൈസ് Z ഈസ് ഈക്വൽ ടു 6x പ്ലസ് 4y. ഞാൻ പറഞ്ഞ എക്സാമ്പിളാണ് ആ രീതിയിലേക്ക് വരും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്യും. ദെൻ അതിന് ഒരുപാട് കൺസ്ട്രെയിൻസുകൾ ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ എക്സ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, ഒരു 10 യൂണിറ്റ് റോ മെറ്റീരിയൽ ആവശ്യമുണ്ട്. ദെൻ വൈ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 20 യൂണിറ്റ് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ എക്സ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 4 മണിക്കൂർ നമുക്ക് എന്തുണ്ട് ആവശ്യമുണ്ട്. ദെൻ വൈ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു 3.5 മണിക്കൂർ ആവശ്യമുണ്ട്. അങ്ങനെ ഒരുപാട് കൺസ്ട്രെയിൻസ് നമുക്കുണ്ടാവും. അപ്പോൾ ആ കൺസ്ട്രെയിൻസിലൊക്കെ നിന്നുകൊണ്ട് അതെല്ലാം എന്ത് ചെയ്യുക, ഒരു ഫോർമുല രൂപത്തിലേക്ക് മാറ്റിക്കൊണ്ട് ഏറ്റവും നല്ല സൊല്യൂഷൻ അല്ലെങ്കിൽ ഏറ്റവും നല്ല അലോക്കേഷൻ കണ്ടെത്തുന്ന ഒരു ടെക്നിക്കിനെയാണ് ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കതിൻ്റെ പ്രോപ്പർട്ടീസിലേക്കൊന്ന് പോകാം. പ്രോപ്പർട്ടീസ് ഓഫ് linear programming model. First one, the model must have single objective function which is required to be optimized. നമുക്ക് പ്രധാനമായിട്ടും 2 ലക്ഷ്യങ്ങളാണ്, 2 ഒബ്ജക്റ്റീവുകളാണ് നമുക്കുള്ളത്. പക്ഷേ അറ്റ് എ ടൈമിൽ നമുക്കൊരു ഒബ്ജക്റ്റീവ് ഉണ്ടാവാൻ പാടുള്ളൂ. അതായത് നമ്മളൊരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവാൻ പാടുള്ളൂ. മേ ബി അതെന്താവാം, മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആവാം, അല്ലെങ്കിൽ മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ് ആവാം. പക്ഷേ അറ്റ് എ ടൈമിൽ ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ഉണ്ടാവാൻ പാടുള്ളൂ, സിംഗിൾ ഒബ്ജക്റ്റീവ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. സെക്കൻഡ് വൺ, ദ മോഡൽ മസ്റ്റ് ഹാവ് സ്ട്രക്ചറൽ കൺസ്ട്രെയിൻറ്റ്. സ്ട്രക്ചറൽ ആയിട്ടുള്ള കൺസ്ട്രെയിൻറ്റ് വേണം. ക്ലിയർ? അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് എക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഇത്ര റോ മെറ്റീരിയൽ വേണം. ക്ലിയർ? അതെല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക അല്ലേ? അതെന്ത് ചെയ്യില്ല, സിറ്റുവേഷൻ മാറുന്നതനുസരിച്ച് പെട്ടെന്നൊന്നും എന്ത് ചെയ്യില്ല, ചേഞ്ച് ആവില്ല. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഒബ്ജക്റ്റീവ് വേരിയബിൾ ആൻഡ് കൺസ്ട്രെയിൻറ്റ് മസ്റ്റ് ബി ലീനിയർ. ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും
അതുപോലെ തന്നെ കൺസ്ട്രെയിൻസ്, വേരിയബിൾസിൻ്റെ കൺസ്ട്രെയിൻസും എന്തായിരിക്കണം, ലീനിയർ ആയിരിക്കണം. അതായത് അവിടെ ഒരു ഈക്വാലിറ്റി നമുക്ക് എന്ത് ചെയ്യണം, കാണാൻ പറ്റണം. നെക്സ്റ്റ്, ദ മോഡൽ മസ്റ്റ് ഹാവ് നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ്. ഈ മോഡലുകളിൽ ഒരിക്കലും നെഗറ്റീവ് ഉണ്ടാവാൻ പാടില്ല. നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എക്സ് വൈ രണ്ട് പ്രൊഡക്റ്റുകളാണെന്ന് കരുതുക. അപ്പോൾ -4 യൂണിറ്റ് എക്സ് എന്നൊരിക്കലും പറയൂല അല്ലേ. ഒന്നെങ്കിൽ മാക്സിമം പോവുകയാണെങ്കിൽ, ഏറ്റവും മിനിമത്തിലേക്ക് എത്തുകയാണെങ്കിൽ നമുക്ക് എന്തേ പോവുള്ളൂ, 0 വരെ പോകാൻ പാടുള്ളൂ. ആ പ്രൊഡക്റ്റ് നമുക്ക് ഉണ്ടാക്കാതിരിക്കാം, 0 ആക്കാം. എക്സ് എന്ന് പറയുന്ന യൂണിറ്റ് 0x ആക്കാം മേ ബി. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, പോസിറ്റീവിലേക്ക് എത്രയും പോവാം. പക്ഷേ ഒരിക്കലും എന്താവാൻ പാടില്ല, നെഗറ്റീവിലേക്ക് പോവാൻ പാടില്ല. അപ്പോൾ ഏറ്റവും 0 മുതലുള്ള ഏത് സംഖ്യയും ആവാം, പക്ഷേ 0ക്ക് താഴെ ഒരിക്കലും പോകാൻ പാടില്ല. ഇത്രയാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ് ഉള്ളത്. ഓൾറെഡി പറഞ്ഞു, അറ്റ് എ ടൈമിൽ ഒരു ഒബ്ജക്റ്റീവ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ദെൻ സ്ട്രക്ചറലായിട്ടുള്ള കൺസ്ട്രെയിൻസ് ആവശ്യമുണ്ട്. അവിടെ ഒരു റിലേഷൻഷിപ്പ്, അതായത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും ലീനിയർ ഫംഗ്ഷൻസും തമ്മിൽ, അല്ലെങ്കിൽ ലീനിയർ വേരിയബിൾസിൻ്റെ കൺസ്ട്രെയിൻസും തമ്മിൽ എന്ത് വേണം, ഒരു ലീനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഈക്വാലിറ്റി അവിടെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ദ മോഡൽ മസ്റ്റ് ഹാവ് നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻറ്റ്. ഒരിക്കലും എന്താവാൻ പാടില്ല, നെഗറ്റീവിലേക്ക് പോകാൻ പാടില്ല. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്ന കുറച്ച് ടേംസ് ആണ്. അതായത് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന കുറച്ച് ടേംസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ലീനിയർ റിലേഷൻഷിപ്പ്. The term is used to describe a straight line relationship between two variables which are expressed either as a mathematical equation or in a graphical format. അതായത് ലീനിയർ ഇക്വേഷനും അല്ലെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും അതുപോലെ തന്നെ നമ്മുടെ കൺസ്ട്രെയിൻസും തമ്മിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് വേണ്ടത്. അതായത് ലീനിയർ ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് വേണ്ടത്. ലീനിയർ ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയില്ല നേരിട്ട്, ഇപ്പോൾ x = 2x + 3y അല്ലേ. നമ്മൾ ഡയറക്റ്റായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഡയറക്റ്റായിട്ടുള്ള ഒരു ബന്ധം എന്താണ് അവിടെ ആവശ്യമാണ്. അപ്പോൾ ആ ഒരു ബന്ധത്തിനെയാണ് നമ്മൾ ലീനിയർ റിലേഷൻഷിപ്പ് എന്ന് പറയാം. ക്ലിയർ? അതായത് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും അതുപോലെ തന്നെ നമ്മുടെ വേരിയബിൾസിൻ്റെ കൺസ്ട്രെയിൻസും തമ്മിൽ എന്തായിരിക്കണം, ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള റിലേഷൻ ആവശ്യമാണ്. ആ റിലേഷനെയാണ് നമ്മൾ ലീനിയർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ, പ്രോഗ്രാമിംഗ്. Programming refers to a systematic procedure by which a particular problem or plan of action is designed. ഒരു പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ, പ്രോഗ്രാം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ടേമാണ്. ഒരു സിസ്റ്റമാറ്റിക്കൽ പ്രൊസീജിയറിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോഗ്രാം എന്ന് പറയുന്നത്. അതായത് ഒരു പ്ലാനോ അല്ലെങ്കിൽ ഒരു പ്ലാൻ ഓഫ് ആക്ഷനോ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മളെ മുന്നിൽ ഉണ്ടാവുന്ന ആ സിസ്റ്റമാറ്റിക്കൽ പ്രൊസീജിയറിനെയാണ് നമ്മൾ എന്ത് പറയുക, പ്രോഗ്രാമിംഗ് എന്ന് പറയാം. ക്ലിയർ? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സീരീസ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആൻഡ് കമ്പ്യൂട്ടേഷണൽ റൂൾസ് ഫോർ സോൾവിങ് എ പ്രോബ്ലം വിച്ച് ക്യാൻ ബി വർക്ക്ഡ് ഔട്ട് മാനുവലി ഓർ വിത്ത് ദി ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടർ. ആ ഒരു സിസ്റ്റമാറ്റിക്കൽ പ്രൊസീജിയർ എന്ന് പറയുന്നത് മേ ബി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാം. അതായത് ബൈ ഹാൻഡായിട്ട് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എനിവേ ആ ഒരു സിസ്റ്റമാറ്റിക്കൽ പ്രൊസീജിയറിനെയാണ് പ്രോഗ്രാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ തേർഡ് വൺ, ആക്ടിവിറ്റി. ഇറ്റ് റെഫേഴ്സ് ദ നമ്പർ ഓഫ് പ്രോസസ്, പ്രൊഡക്റ്റ് ഓർ any such items which need to be utilization of available limited resources in a certain required proportion. ആക്ടിവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ആക്ടിവിറ്റി ആവാം, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, പ്രൊഡക്റ്റ് ആവാം, അതല്ലെങ്കിൽ പ്രോസസ്സ് ആവാം, അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും ഒന്നാവാം. ക്ലിയർ? പക്ഷെ അവിടെ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിസോഴ്സസിനെ കൃത്യമായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, കൃത്യമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് റിക്വയർഡ് ആയിട്ടുള്ള പ്രൊപ്പോർഷനിൽ നമുക്കതിനെ യൂട്ടിലൈസ് ചെയ്യാൻ അവിടെ പറ്റണം. ക്ലിയർ? അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ് എന്ന് പറയുന്നത് ഒരു ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. ബിക്കോസ് എക്സിന് എന്തുണ്ട്, അതിൻ്റെ റിസോഴ്സസിന് അലോക്കേറ്റ് യൂസ് ചെയ്യാൻ പറ്റും. മീൻസ് റിസോഴ്സസ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലിയർ? നെക്സ്റ്റ്, ഡിസിഷൻ വേരിയബിൾ. Decision variable refers to the economic or physical quantities which are competing each other for sharing given
limited resources. As the same resources are shared, increase in quantity of one of these variable leads to decrease in another quantity of variable. നേരത്തെ പറഞ്ഞു ഒരേ റിസോഴ്സസിൽ നിന്നാണ് ഒന്നിലധികം പ്രൊഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലീനിയർ പ്രോഗ്രാമിംഗ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ആകെ 500 യൂണിറ്റാണ് റോ മെറ്റീരിയൽ ഉള്ളത് അല്ലെങ്കിൽ റിസോഴ്സ് ഉള്ളതെന്ന് കരുതുക. ഈ 500 യൂണിറ്റ് റോ മെറ്റീരിയലിനെ നമ്മൾ XY എന്ന് പറയുന്ന 2 പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എക്സിന് 250 യൂണിറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമ്മുടെ കയ്യിൽ എന്തേ ഉണ്ടാവുള്ളൂ, 250 യൂണിറ്റേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ എക്സിന് 300 യൂണിറ്റ് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു 50 യൂണിറ്റ് എവിടെ കുറയും, വൈയിൽ കുറയും. മനസ്സിലാവുന്നുണ്ടോ? അതായത് ടോട്ടലിൽ ഉള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 2 പ്രൊഡക്റ്റുകൾക്കായിട്ട് നമ്മൾ വീതിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒന്നിലേക്ക് നമ്മൾ കൂടുതൽ കൊടുക്കുന്ന സമയത്ത് മറ്റൊന്നിലേക്കുള്ള പോർഷൻ എന്ത് ചെയ്യും, കുറയും. ക്ലിയർ, മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഓക്കെ, നെക്സ്റ്റ് ടേം ആണ് ഒബ്ജക്റ്റീവ് ഫങ്ഷൻ. ഒബ്ജക്റ്റീവ് ഫങ്ഷൻ ഇൻഡിക്കേറ്റ്സ് എ സിംഗിൾ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഡിസിഷൻ മേക്കർ വിച്ച് ഈസ് റിക്വയർഡ് ടു ബി ഒപ്റ്റിമൈസ്ഡ്. നമ്മൾ പറഞ്ഞു 2 രീതിയിലാണ് നമുക്ക് ഒബ്ജക്റ്റീവ് ഫങ്ഷൻ ഉണ്ടാവുക. പക്ഷേ നമ്മൾ പ്രോപ്പർട്ടി പറഞ്ഞ സമയത്ത് ഒന്നും കൂടി പറഞ്ഞു, അതായത് അറ്റ് എ ടൈമിൽ നമുക്ക് ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ആ ഒബ്ജക്റ്റീവ് ഏതാണോ, മേ ബി മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആവാം, അതല്ലെങ്കിൽ മിനിമൈസേഷൻ ഓഫ് ലോസ് ആവാം, അതിനെയാണ് ഒബ്ജക്റ്റീവ് ഫങ്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്താണോ ഒപ്റ്റിമം ചെയ്യാൻ വേണ്ടി പോകുന്നത്, എന്താണോ മാക്സിമം കാണാൻ വേണ്ടി പോകുന്നത്, ആ എന്താ പറയുക ഫങ്ഷനെയാണ് ഒബ്ജക്റ്റീവ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കൺസ്ട്രെയിൻസ്. കൺസ്ട്രെയിൻസ് ഇൻഡിക്കേറ്റ് എ സ്കേഴ്സിറ്റി ഓഫ് ഓർ ലിമിറ്റഡ് അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസിൻ്റെ ലിമിറ്റഡ് ആയിട്ടുള്ള അവൈലബിലിറ്റിയെ അല്ലെങ്കിൽ സ്കേഴ്സിറ്റിയെയാണ് നമ്മൾ കൺസ്ട്രെയിൻ എന്ന് പറയുന്നത്. വിച്ച് ആർ ടു ബി അലോക്കേറ്റഡ് അമംഗ് വേരിയസ് ഡിസിഷൻ വേരിയബിൾസ്. These constraints may be scarcity of raw material, skilled labor, machine hour, plant capacity, shortage of power, space, time, etc. നേരത്തെ പറഞ്ഞു ആ എക്സും വൈയും തമ്മിലുള്ള ഒരു റിലേഷൻ പറയുന്ന ആ വേരിയബിളിൻ്റെ എന്താ പറയുക, ആ വേരിയബിളിനെ നമ്മൾ സൂചിപ്പിക്കുന്ന ആ പ്രൊഡക്റ്റായി മാറാൻ അതിനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അത് നിർബന്ധമായി ആവശ്യമായിട്ടുള്ള വസ്തുക്കളെയാണ് അല്ലെങ്കിൽ വേരിയബിൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ എക്സ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 15 യൂണിറ്റ് റോ മെറ്റീരിയൽ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ സോ അതിനൊരു കൺസ്ട്രെയിൻ ആണ്. അതായത് 15 യൂണിറ്റ് റോ മെറ്റീരിയൽ വേണം ഒരു എക്സ് ഉണ്ടാക്കാൻ. നേരത്തെ പറഞ്ഞ പോലെ ഒരു 2 മണിക്കൂർ സ്കിൽഡ് ലേബറുടെ അല്ലെങ്കിൽ മെഷീൻ്റെ എന്താ പറയുക മെഷീൻ ഹവർ എക്സ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ഒരു കൺസ്ട്രെയിൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ കൺസ്ട്രെയിൻസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വേഷൻ രൂപത്തിലാണ് കേട്ടോ ഉണ്ടാക്കാം. നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് പറയാം എല്ലാ കൺസ്ട്രെയിൻസും നമുക്ക് 2 അതിലധികമോ കൺസ്ട്രെയിൻസ് ഉണ്ടെന്നുള്ള സമയത്താണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കൃത്യമായിട്ട് ലീനിയർ പ്രോഗ്രാമിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. ഓക്കെ, നെക്സ്റ്റ് നോൺ നെഗറ്റിവിറ്റി constraints. Non-negativity constraints or restriction means that all decision variables must be equal to or greater than 0. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, 0 താഴെ പോകാൻ പാടില്ല. ഏറ്റവും മിനിമം 0 വരെ, ദെൻ എന്തെങ്കിലും പോസിറ്റീവ് ഫിഗർ ആവാം. ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഞാൻ പിന്നെ വിശദീകരിക്കുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് മറ്റൊരു ടേമിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ഹെഡിലേക്ക് പോവുകയാണ്. ബേസിക് അസംഷൻ ഇൻ ഫോമുലേറ്റിംഗ് എ ലീനിയർ പ്രോഗ്രാമിംഗ് മോഡൽ. ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് മോഡൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട അസംഷൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, പ്രൊപ്പോർഷണാലിറ്റി. ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് പ്രൊപ്പോർഷണാലിറ്റി എക്സിസ്റ്റ് ഇൻ ദി ഒബ്ജക്റ്റീവ് ആൻഡ് കൺസ്ട്രെയിൻസ്. പ്രൊപ്പോർഷണാലിറ്റി എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ഫങ്ഷനിലും അതുപോലെ തന്നെ കൺസ്ട്രെയിൻസിലും എന്തുണ്ട്, ഒരുപോലെ വരുന്ന ഒന്നാണ്. The effectiveness such as total profit അല്ലെങ്കിൽ cost and the amount of each resources must be proportional to the value of each decision variable considered individually. അതായത് എക്സ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് നമ്മൾ എത്ര
ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ചിട്ടുള്ള ഒരു ചേഞ്ച് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫങ്ഷനിലും അതുപോലെ കൺസ്ട്രെയിനിലും വരും. ഫോർ എക്സാമ്പിൾ നെക്സ്റ്റ് പറയുന്നത് എക്സിസ്റ്റൻസ് ഓഫ് ലീനിയർ റിലേഷൻഷിപ്പ്. Relationship between variables and constraints of the problem must be linear, which implies the proportionality and activity. ഓൾറെഡി നമ്മൾ പറഞ്ഞൊരു പോയിൻ്റാണ്, ഒരു ലീനിയർ റിലേഷൻഷിപ്പ് വേണം. അതായത് കൺസ്ട്രെയിൻസും ഒബ്ജക്റ്റീവ് ഫങ്ഷനും തമ്മിൽ ഒരു ലീനിയർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ക്ലിയർ. നെക്സ്റ്റ് പറയുന്നത് ഡിസിഷൻ വേരിയബിൾ ആർ കണ്ടിന്യൂസ്. The numerical value of the decision variables may be arrived at as fractional values also. Therefore, fractional values of the decision variable must be permissible in obtaining optimal solution. നമുക്കവിടെ ഫ്രാക്ഷണൽ വാല്യൂവിലടക്കം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ലീനിയർ പ്രോഗ്രാമിംഗ് നമുക്ക് സൊല്യൂഷൻ തരുന്നത്. ക്ലിയർ. അതായത് വേരിയബിൾസ് എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ക്ലാസ് സീരീസ് എന്നൊക്കെ പറയുന്നില്ല, അതുപോലെ എന്തായിരിക്കും മേ ബി ഫ്രാക്ഷണൽ, അതായത് പോയിൻ്റുള്ള ഒരു കൃത്യമായ ഫ്രീക്വൻസി പോലെയുള്ളതല്ലാതെ പോയിൻ്റ് ഉള്ളതും എന്താവാം മേ ബി നമുക്ക് പെർമിസിബിൾ ആണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് പറയുന്നത് certainty of situation during given period. It is assumed that the decision maker is completely certain regarding related aspects of situation. അതായത് ആ സിറ്റുവേഷനിൽ എന്തായിരിക്കണം, ആ ഗിവൺ പീരീഡിലുള്ള ആ സിറ്റുവേഷനിൽ സെർട്ടനിറ്റി ഉണ്ടായിരിക്കണം. അതായത് അത് ആ ഒരു രീതിയിൽ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത് പോവേണ്ടത്. അല്ലാതെ നമ്മളിപ്പോൾ പ്രോബ്ലം ഡെവലപ്പ് ചെയ്തു, ദെൻ പിന്നെ വരുന്ന സമയത്ത് അതിലെന്തുണ്ടാകാൻ പാടില്ല, ചേഞ്ചസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. ആ സെർട്ടനിറ്റി എന്താ വേണം, നിർബന്ധമായിട്ടും വേണം. അങ്ങനത്തെ സിറ്റുവേഷനിൽ മാത്രമേ നമുക്ക് ലീനിയർ പ്രോഗ്രാമിങ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് അപ്ലിക്കേഷൻ ഏരിയാസ് ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ് ആണ്. എവിടെയെല്ലാം ലീനിയർ പ്രോഗ്രാമിംഗ് നമുക്ക് ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. പ്രധാനമായിട്ടും പറയുന്ന 2 സ്ഥലങ്ങളാണ്. ഓക്കെ. ഒന്ന് ഇൻഡസ്ട്രിയും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളാണ്. ഓക്കെ, നോക്കാം. ലീനിയർ പ്രോഗ്രാമിംഗ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഓപ്പറേഷൻ റിസർച്ച് ടൂൾ യൂസ്ഡ് ഇൻ മാനേജറിയൽ ഡിസിഷൻ മേക്കിംഗ് ഇൻ ബിസിനസ്, ഇൻഡസ്ട്രി and numerous other fields. Following are the main areas where linear programming techniques is applied. ഇൻഡസ്ട്രി ആണ് നമ്മൾ ആദ്യം പറയുന്നത്. കാരണം ഒരു ഇൻഡസ്ട്രിയൽ അപ്രോച്ചിലാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലീനിയർ പ്രോഗ്രാമിംഗ് ഉപയോഗിക്കുന്നത്. എല്ലാം നമുക്ക് അറിയാവുന്ന പോയിൻറ്റ്സ് തന്നെ ആയിരിക്കും. നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. ഫസ്റ്റ് വൺ, പ്രൊഡക്റ്റ് മിക്സ് പ്രോബ്ലം. അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രശ്നം തന്നെയാണ്. Linear programming is used to select the optimal product mix to make best linear programming use of machine and man hours available while maximization of organization profit. ഓർഗനൈസേഷനിൻ്റെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് മിക്സിൽ എത്ര യൂണിറ്റുകളാണ് അല്ലെങ്കിൽ ഏതൊക്കെ പ്രൊഡക്റ്റുകളാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളത് തീരുമാനിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലീനിയർ പ്രോഗ്രാമിംഗ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ്, പ്രൊഡക്റ്റ് ഷെഡ്യൂളിംഗ്. ഇഫ് എ നമ്പർ ഓഫ് പ്രൊഡക്ട്സ് ഈസ് ടു ബി മെയ്ഡ് ഓൺ ഈച്ച് ഓഫ് സെവറൽ മെഷീൻസ്, then the management want to decide on a program which will maximize output, minimization of cost or procedure, some other criteria of efficiency. In this situation, linear programming technique can be applied. Linear programming is useful for allocating operations to machine products etc. അതായത് ഒന്നിലധികം പ്രൊഡക്റ്റുകൾ ഒരേ മെഷീനുകളുടെ സഹായത്തോടെ അല്ലെങ്കിൽ ഒരേ ലേബേഴ്സിൻ്റെ സഹായത്തോടെ നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യം ഏത് ചെയ്യണം, പിന്നീട് ഏത് ചെയ്യണം, അതുപോലെ തന്നെ എത്ര യൂണിറ്റ് ഇന്ന പ്രൊഡക്റ്റ് ചെയ്യണം, എത്ര യൂണിറ്റ് മറ്റേ പ്രൊഡക്റ്റ് ചെയ്യണം എന്നൊക്കെ തീരുമാനമെടുക്കാൻ ലീനിയർ പ്രോഗ്രാമിംഗ് നമ്മളെ സഹായിക്കും. തേർഡ് വൺ, പ്രൊഡക്റ്റ് സ്മൂത്തണിങ്.
നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് അല്ലേ, സ്മൂത്തനിങ്. വിത്ത് ദി ഹെൽപ്പ് ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ് അപ്രോച്ച് ആൻഡ് ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻ ക്യാൻ സോൾവ് പ്രോബ്ലം ഓഫ് ഷെഡ്യൂളിംഗ് ഇറ്റ്സ് പ്രൊഡക്ഷൻ ഓൺ ദി ബേസിസ് ഓഫ് ഫ്യൂച്ചർ ഡിമാൻഡ് ഓഫ് ദി പ്രൊഡക്റ്റിൻ്റെ ഫ്യൂച്ചർ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഫ്യൂച്ചറിലുള്ള ഡിമാൻഡ് ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രൊഡക്റ്റിനെ കൃത്യമായി ഷെഡ്യൂൾ ചെയ്യാൻ നമുക്ക് എന്തുണ്ട്, ലീനിയർ പ്രോഗ്രാമിംഗ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ ലേബേഴ്സിൻ്റെ സ്മൂത്തനിങ് അല്ലെങ്കിൽ ഇതുപോലെ തന്നെ റിസോഴ്സിൻ്റെ സ്മൂത്തനിങ് ഓൾറെഡി നമ്മൾ നെറ്റ്വർക്ക് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞതാണ്. എനിവേ, ബ്ലെൻഡിങ് problem arises when a product can be manufactured from a number of available raw materials of various compositions and prices. ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉള്ള സമയത്ത് റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എത്ര റിസോഴ്സാണ് ഒരു പ്രൊഡക്റ്റിലേക്ക് മാറ്റി വെക്കേണ്ടത്, അതുപോലെ തന്നെ എത്ര പ്രൊഡക്റ്റ് റോ മെറ്റീരിയലാണ് മറ്റൊരു പ്രൊഡക്റ്റിലേക്ക്, ഇപ്പോൾ എക്സ് വൈ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സിലേക്ക് എത്ര വൈയിലേക്ക് എത്ര മാറ്റി വെക്കേണ്ടതെന്ന് കൃത്യമായിട്ട് തീരുമാനിക്കാൻ, അതായത് എത്ര എക്സ് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം, എത്ര വൈ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് തീരുമാനിക്കാൻ ലീനിയർ പ്രോഗ്രാമിംഗ് നമ്മളെ സഹായിക്കും. നെക്സ്റ്റ് വൺ, ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. ബൈ യൂസിങ് ട്രാൻസ്പോർട്ടേഷൻ ടെക്നിക് of linear programming, we can decide the distribution system that will minimize the transportation cost from several warehouses to different market locations. നമുക്ക് പഠിക്കാനുള്ള ഒരു മൊഡ്യൂളാണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനിക്ക് ഒരുപാട് വെയർഹൗസസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരുപാട് മാർക്കറ്റുകളും ഉണ്ടാവും. അപ്പോൾ ഏത് വെയർഹൗസിലാണ് എത്ര യൂണിറ്റാണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടതെന്നും, അതുപോലെ തന്നെ ഏത് വെയർഹൗസിൽ നിന്ന് ആണ് ഓരോ ഔട്ട്ലെറ്റുകളിലേക്ക്, അതായത് ഓരോ ഷോപ്പുകളിലേക്ക് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ലൊക്കേഷനുകളിലേക്ക് കൊടുക്കേണ്ടത് എന്നും, അല്ലെങ്കിൽ എത്ര യൂണിറ്റാണ് അവിടുന്ന് അലോക്കേറ്റ് ചെയ്യേണ്ടത് എന്നും കൃത്യമായി ഡിസൈഡ് ചെയ്യാൻ ലീനിയർ പ്രോഗ്രാമിംഗ് നമ്മളെ സഹായിക്കും. ക്ലിയർ? ഫോർ എക്സാമ്പിളായിട്ട് പറയാം, ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റിന് കാലിക്കറ്റ്, അതുപോലെ തന്നെ മലപ്പുറം, പാലക്കാട്, ഇങ്ങനെ 3 ജില്ലകളിൽ എന്തുണ്ട്, ഔട്ട്ലെറ്റ് ഉണ്ടെന്ന് കരുതാം. അതുപോലെ തന്നെ ഒരുപാട് മാർക്കറ്റുകളിലേക്ക് സാധനങ്ങൾ അവിടുന്ന് എടുക്കുന്നുണ്ടെന്ന് കരുതാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കൊണ്ടോട്ടി എന്ന് പറയുന്ന മാർക്കറ്റിലേക്ക് എവിടെ നിന്നാണ് പ്രൊഡക്റ്റ് എടുക്കുക, അതായത് ഏത് വെയർഹൗസിൽ നിന്നാണ് എത്തിക്കുന്നത് ലാഭമെന്നും, എത്ര യൂണിറ്റാണ് അവിടുന്ന് കൊടുക്കേണ്ടത്, അതല്ല ഇനിയിപ്പോൾ 2 സ്ഥലത്തു നിന്നും കൂടി ആയിട്ട് കൊടുക്കണമെന്നൊക്കെ കൃത്യമായി എത്ര യൂണിറ്റ് എന്നുള്ളത് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലീനിയർ പ്രോഗ്രാമിംഗ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ്, പ്രോബ്ലം റിലേറ്റഡ് വിത്ത് പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ. ദ പ്രോബ്ലം ഈസ് ടു മിനിമൈസ് ദ കോസ്റ്റ് ബൈ ഡിസൈഡിങ് വാട്ട് ഈസ് ടു ബി പ്രൊഡ്യൂസ്ഡ് അറ്റ് ഈച്ച് സോഴ്സ് ആൻഡ് വേർ ഗുഡ്സ് ആർ ടു ബി ട്രാൻസ്പോർട്ടഡ്. നമ്മൾ മിനിമൈസേഷൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ് വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഏത് പ്രൊഡക്റ്റാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്നും, അതുപോലെ തന്നെ എത്രയാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, എവിടേക്കാണത് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതൊക്കെ തീരുമാനിക്കാൻ ലീനിയർ പ്രോഗ്രാമിംഗ് ഉപയോഗിക്കുകയാണെങ്കിൽ, ലീനിയർ പ്രോഗ്രാമിംഗ് ടെക്നിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായ ആൻസർ അവിടെ നിന്ന് കിട്ടുമെന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ്, കമ്മ്യൂണിക്കേഷൻ ഇൻഡസ്ട്രി. ലീനിയർ പ്രോഗ്രാമിംഗ് മെത്തേഡ് ആർ യൂസ്ഡ് ടു സോൾവ് ദ പ്രോബ്ലംസ് ഇൻവോൾവിങ് ഫെസിലിറ്റീസ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ, റിലേയിങ് എക്സെട്ര. ഇപ്പോൾ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കൃത്യമായി ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാനും അല്ലെങ്കിൽ റിലേയിങ് ചെയ്യാനും ഒക്കെ ലീനിയർ പ്രോഗ്രാമിംഗ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ബെറ്ററായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, രണ്ടാമത്തെ ആപ്ലിക്കേഷനാണ് പറയുന്നത് മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷൻ. നമ്മൾ ആദ്യം പറഞ്ഞത് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനാണ്. ഓക്കെ, അതുപോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു ആപ്ലിക്കേഷനാണ് മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷൻ. ഓക്കെ, ഫസ്റ്റ് വൺ, പോർട്ട്ഫോളിയോ സെലക്ഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ടേമാണ് പോർട്ട്ഫോളിയോ സെലക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒന്നിലധികം സെക്യൂരിറ്റീസ് പരസ്പരം നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്യുന്ന ഒരു പൂളിനെയാണ് നമ്മളെന്ത് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഓരോ കമ്പനിയുടേത് അല്ലെങ്കിൽ ഓരോ സെക്യൂരിറ്റി എടുക്കാം. ഫോർ എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എത്ര ഇക്വിറ്റി ഷെയർസ് അല്ലെങ്കിൽ എത്ര ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ എത്ര ബോൺസ് ഉൾപ്പെടുത്തണം എന്നുള്ളത് ലീനിയർ പ്രോഗ്രാമിംഗ് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റും.
സെക്കൻഡ് വൺ പറയുന്നത് പ്രോഫിറ്റ് പ്ലാനിങ്. This is another area where we can utilize the linear programming technique. With the use of linear programming technique, profit planning can be done. Maximization of profit from net investment. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ് ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് കൃത്യമായ പ്രോഫിറ്റ് പ്ലാൻ ചെയ്യാൻ എന്ത് ചെയ്യുന്നുണ്ട്, LP നമ്മളെ സഹായിക്കുന്നുണ്ട്. തേർഡ് വൺ മീഡിയ സെലക്ഷൻ. linear programming is used to select the advertising mix. ഏത് രീതിയിലാണ് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കേണ്ടത് എന്ന് സെലക്ട് ചെയ്യാൻ ലീനിയർ പ്രോഗ്രാമിംഗ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ദെൻ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം. ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം നമുക്ക് പഠിക്കാനുള്ളതാണ്. ഓക്കെ, ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലത്തിൽ പറയുന്നത്, അതായത് നേരത്തെ പറഞ്ഞ നെറ്റ്വർക്ക് പ്രോഗ്രാമിങ്ങിൻ്റെ നെറ്റ്വർക്ക് പ്രോബ്ലത്തിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ ഒരു ഭാഗമാണ് ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു ജില്ലയിലൊക്കെ ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു സെയിൽസ്മാൻ അല്ലെങ്കിൽ ഒരു സിംഗിൾ മാനേജറാണ് ഉണ്ടാവുക. അപ്പം അദ്ദേഹമാണ് എന്ത് ചെയ്യുക, എല്ലാ ഔട്ട്ലെറ്റുകളിലേക്കും പോയി വരേണ്ടിണ്ടാവുക ആ ഒരു ജില്ലയിലുള്ള. അപ്പോൾ അയാൾ ആദ്യം എവിടെ പോകണം, രണ്ടാമത് എവിടെ പോകണം, മൂന്നാമത് എവിടെ പോകണം എന്നുള്ള രീതിയിൽ അയാളുടെ കോസ്റ്റ് വെച്ചുകൊണ്ട് നമ്മൾ ക്രമീകരിക്കുന്ന ഒരു സിസ്റ്റമാണ് ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ പറയാം, ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരാൾക്ക് ABCDEF എന്ന് പറയുന്ന 5 സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ 5 മാർക്കറ്റുകൾ അയാൾ പോകേണ്ടതുണ്ട് എന്നുണ്ടെങ്കിൽ അത് കൃത്യമായി കോസ്റ്റ് വെച്ചുകൊണ്ട് ആദ്യം ഇപ്പോൾ എവിടെ പോകണം, രണ്ടാമത് എവിടെ പോകണം. ഒരിക്കലും ആദ്യം പോയ സ്ഥലത്തേക്ക് രണ്ടാമത് പോയിട്ട് വീണ്ടും ആദ്യത്തിലേക്ക് തിരിച്ചു വരാൻ പാടില്ല. കാരണം എന്താണ്, നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ്റെ കോസ്റ്റ് കൂടും. അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യുക, എല്ലാ സ്ഥലത്തും ഒറ്റ ടൈമിൽ പോയിട്ട് എവിടെ നിന്നാണ് അയാൾ സ്റ്റാർട്ട് ചെയ്ത് അവിടെ തന്നെ തിരിച്ചെത്തുന്ന രീതിയിൽ നമ്മൾ ക്രമീകരിക്കുന്ന ഒരു പ്രോബ്ലത്തെയാണ് ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരാൾ എവിടെ നിന്ന് തുടങ്ങി തിരിച്ച് അയാൾക്ക് പോകേണ്ട സ്ഥലങ്ങളിലൊക്കെ പോയി തിരിച്ച് ആ സ്ഥലത്ത് തന്നെ എത്തുന്നതിൽ ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ രീതി കണ്ടെത്താൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലീനിയർ പ്രോഗ്രാമിംഗ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ലാസ്റ്റ് വൺ സ്റ്റാഫിംഗ് പ്രോബ്ലം. Development of work schedule by minimization the total number of employees done by using linear programming. ലീനിയർ പ്രോഗ്രാമിംഗ് വെച്ചുകൊണ്ട് ആകെ എത്ര എംപ്ലോയീസിൻ്റെ വർക്കാണ് നമുക്കുള്ളത്, ദെൻ അത് നമുക്ക് എത്ര ആൾക്കാർക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളത് കൃത്യമായി എന്ത് ചെയ്യാൻ പറ്റും, വേർതിരിക്കാൻ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ ലീനിയർ പ്രോഗ്രാമിംഗ് നമ്മളെ സഹായിക്കുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് മെറിറ്റ്സ് ആണ്. ലീനിയർ പ്രോഗ്രാമിങ്ങിൻ്റെ മെറിറ്റ്സ് ആണ്. ഫസ്റ്റ് വൺ, ഇറ്റ് ഹെൽപ്സ് ആൻ ഓർഗനൈസേഷൻ ടു സ്റ്റഡി ദ ഇൻഫർമേഷൻ ത്രൂ എ സയൻറ്റിഫിക് അപ്രോച്ച്. സോ എ ക്ലിയർ പിക്ചർ ഓഫ് ദി പ്രോബ്ലം വിൽ ബി ഗോട്ട് ആൻഡ് ഇറ്റ് ഈസ് suitable for making a correct solution. ഒരു സിസ്റ്റമാറ്റിക്കൽ വേയിൽ നമ്മുടെ എല്ലാ പ്രോബ്ലംസിനെയും അപ്രോച്ച് ചെയ്യാനും അതുമൂലം നമുക്ക് കൃത്യമായ പ്രോബ്ലത്തെ സ്റ്റഡി ചെയ്യാനും അതിന് കൃത്യമായ സൊല്യൂഷൻ കൊടുക്കാനും എന്തുണ്ട്, ലീനിയർ പ്രോഗ്രാമിംഗ് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് പറ്റും. രണ്ടാമത് പറയുന്നത്, ദ ആപ്ലിക്കേഷൻ ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ് ഹെൽപ്സ് ടു കൺസിഡർ ഓൾ പോസിബിൾ സൊല്യൂഷൻ ഓഫ് എ പ്രോബ്ലം ആൻഡ് സെലക്ട് ദ ബെസ്റ്റ് ഒപ്റ്റിമൽ സൊല്യൂഷൻ. എന്തൊക്കെ പോസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ടോ അതെല്ലാം കണ്ടെത്തുകയും അത് ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിൽ ഏറ്റവും ഒപ്റ്റിമൽ ഏതാണ് അത് സെലക്ട് ചെയ്യാനും നമുക്ക് എന്ത് പറ്റും, ലീനിയർ പ്രോഗ്രാമിംഗ് മൂലം നമുക്ക് പറ്റും. അതായത് ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ടാകും ഒരു പ്രോബ്ലത്തിന്. അപ്പം എല്ലാ സൊല്യൂഷൻസും കണ്ടെത്താനും ആ എല്ലാ സൊല്യൂഷൻസും എന്തുണ്ട് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് ഏറ്റവും ഒപ്റ്റിമൽ ഏതാണ് എന്ന് കണ്ടെത്താനും നമുക്ക് പറ്റും. ഓക്കെ, ദെൻ ലീനിയർ പ്രോഗ്രാമിംഗ് ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ ദ കൺസ്ട്രെയിൻറ്റ് അണ്ടർ വിച്ച് എൻ ഓർഗനൈസേഷൻ ഓപ്പറേറ്റ്സ്. ഒരു ഓർഗനൈസേഷൻ നേരിടുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് മനസ്സിലാക്കാനും നമുക്ക് പറ്റും. ദെൻ ആ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആ കൺസ്ട്രെയിൻറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ബെറ്ററായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത്, വൺസ് എ ബേസിക് പ്ലാൻ ഈസ് അറൈവ്ഡ് അറ്റ് ത്രൂ ലീനിയർ പ്രോഗ്രാമിംഗ് ഇറ്റ് ക്യാൻ ബി റീവാലുവേറ്റഡ് ഫോർ ചേഞ്ചിങ് കണ്ടീഷൻസ്. നമ്മളൊരു ബേസിക് ആയിട്ടുള്ള ഒരു ലീനിയർ പ്രോഗ്രാമിംഗ്, അതായത് നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറേ സൊല്യൂഷനിലെത്തും. ആദ്യം നമ്മൾ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷനിലെത്തും. അപ്പോൾ അതാണ് സൊല്യൂഷൻ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണോ, അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത സൊല്യൂഷനിലേക്ക് പോകാൻ പറ്റും. അതായത് ആ കണ്ടീഷൻസിനെ നമുക്ക് മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ്, ദ ടെക്നിക് ഹൈലൈറ്റ്സ് ദ ബോട്ടിൽ നെക്ക് ഇൻ ദി പ്രൊഡക്ഷൻ പ്രോസസ്സ്. പ്രൊഡക്ഷൻ പ്രോസസ്സിലുള്ള
ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള എത്ര എക്സ് എത്ര വൈ അല്ലെങ്കിൽ എത്ര യൂണിറ്റുകളാണ് ഓരോ പ്രൊഡക്റ്റുകളും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഒരു ബോട്ടിൽ നെക്ക് പോലെയുള്ള ഒരു ഏറ്റവും എന്താ പറയുക കടുകട്ടിയായിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. അപ്പോൾ അത് സോൾവ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യും ലീനിയർ പ്രോഗ്രാമിംഗ് ഉപയോഗിക്കുന്നതിലൂടെ പറ്റും. ദെൻ ഇറ്റ് ഹെൽപ്സ് ടു ഇൻഡിക്കേറ്റ് ദ ബെസ്റ്റ് യൂസ് ഓഫ് എക്സിസ്റ്റിംഗ് ഫെസിലിറ്റീസ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫെസിലിറ്റീസിനെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാൻ ലീനിയർ പ്രോഗ്രാമിംഗ് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് പറ്റും. മെഷീൻ അവർ ആയിക്കോട്ടെ, ലേബേഴ്സ് ആയിക്കോട്ടെ, അങ്ങനെ എന്താണ് നമ്മുടെ കയ്യിലുള്ള റിസോഴ്സ് അത് ബെറ്റർ ആയിട്ടുള്ള വേല ഉപയോഗിക്കാൻ നമുക്ക് എന്ത് ചെയ്യും പറ്റുമെന്നുള്ളതാണ്. നെക്സ്റ്റ് പറയുന്നത് ഡിമെറിറ്റ്സ് ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ് ആണ്. ഫസ്റ്റ് വൺ, ലീനിയർ റിലേഷൻഷിപ്പ് റിക്വയർമെൻറ്റ്. ദ എക്സിസ്റ്റൻസ് ഓഫ് ലീനിയർ റിലേഷൻ ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഈസ് എ പ്രീ കണ്ടീഷൻ ഫോർ അപ്ലൈയിങ് ലീനിയർ മോഡൽ. ഒരു ലീനിയർ റിലേഷൻ വേണമെന്ന് പറയുന്നതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അതാണ് ഒന്നാമത്തെ ഡീമെറിറ്റ് ആയിട്ട് പറയുന്നത്. കാരണം പലപ്പോഴും ഈ കൺസ്ട്രെയിൻസും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് ലീനിയർ ആയിക്കൊള്ളണം എന്നില്ല. ക്ലിയർ? അതാണ് ഒന്നാമത്തെ ഡീമെറിറ്റ് ആയിട്ട് പറയുന്നത്. സെക്കൻഡ് വൺ, സിംഗിൾ ഒബ്ജക്റ്റീവ്. അറ്റ് എ ടൈമിൽ ഞാൻ പറഞ്ഞു നമുക്ക് രണ്ട് രീതിയിലുള്ള ഒബ്ജക്റ്റീവ്സ് ആണുള്ളത്. അറ്റ് എ ടൈമിൽ നമുക്ക് ഒന്ന് മാത്രമേ പറ്റുള്ളൂ എന്ന് പറയുന്നു. സോ അതും ഒരു ഡീമെറിറ്റ് ആണ്. ആൻഡ് തേർഡ് വൺ, certainty. One of the basic requirement of linear programming is the certainty of values. നമ്മൾ ഓൾറെഡി നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, സെർട്ടൈൻ ആയിരിക്കണം. ഇപ്പോൾ എക്സിന് ഇത്ര യൂണിറ്റ് ആണ് വേണ്ടത്, വൈക്ക് ഇത്ര യൂണിറ്റ് ആണ് വേണ്ടത് എന്ന് പറയുന്ന രീതിയിൽ ഓരോ റോ മെറ്റീരിയലിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, കൃത്യമായി സെർട്ടൈൻ ആയിട്ട് അതിനെ തരംതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റണം. പക്ഷേ പലപ്പോഴും നമുക്കതിന് പറ്റിക്കൊള്ളണമെന്നില്ല. പല സിറ്റുവേഷനുകളിൽ നമുക്ക് അതങ്ങനെ പറ്റിക്കൊള്ളണമെന്നില്ല. അങ്ങനെ പറ്റാത്ത സിറ്റുവേഷനുകളിലൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ലീനിയർ പ്രോഗ്രാമിംഗ് അപ്ലൈ ചെയ്യാനും പറ്റില്ല. ദെൻ ഡിവിസിബിലിറ്റി. ഇൻ ലീനിയർ പ്രോഗ്രാമിംഗ് ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ഡിസിഷൻ വേരിയബിൾസ് ആർ കണ്ടിന്യൂസ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അതായത് ഡിസിഷൻ വേരിയബിൾ കണ്ടിന്യൂസ് ഫോർമാറ്റിൽ, അതായത് ഫ്രാക്ഷനുള്ള രീതിയിലാണ് നമുക്ക് ആൻസേഴ്സ് തരുന്നത്. അതായത് ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 5.25 യൂണിറ്റ് എന്ന് പറയുകയാണ്. ക്ലിയർ? എക്സ് എന്ന് പറയുന്ന പ്രൊഡക്റ്റാണ് സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ്, 2 പ്രൊഡക്റ്റ്, 3 അങ്ങനെ രീതിയിലേക്കാണ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഷൂവോ സോപ്പൊക്കെ എടുക്കാം. അപ്പോൾ 5.25 ഷൂ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് എന്തല്ല പോസിബിളല്ല. സോ അതും ഒരു ഡിമെറിറ്റാണ്. ദെൻ കോംപ്ലിക്കേറ്റഡ് ടെക്നിക്ക്. ഗ്രാഫിക്കലായിട്ട് ലീനിയർ പ്രോഗ്രാമിംഗ് ചെയ്യാന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. പക്ഷേ പല സിറ്റുവേഷനുകളിലും നമ്മൾ സിംപ്ലക്സ് മെത്തേഡ്, അതായത് മെട്രിക്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുക. അതായത് ലാർജ് പ്രോബ്ലംസിലൊക്കെ മെട്രിക്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുക. അങ്ങനെ മെട്രിക്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രോബ്ലം ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എങ്കിൽ കൂടി നമ്മൾ ഡീമെറിറ്റായിട്ട് പറയുകയാണ്, ഇറ്റ് ഈസ് എന്താണ്, വളരെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 2 രീതിയിലാണ് ലീനിയർ പ്രോഗ്രാമിംഗ് ചെയ്യാൻ വേണ്ടി പറ്റുക. ഒന്ന് ഗ്രാഫിക്കൽ മെത്തേഡാണ്, മറ്റൊന്ന് മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ സിംപ്ലക്സ് മെത്തേഡാണ്. അപ്പോൾ ഗ്രാഫിക്കൽ മെത്തേഡ് വളരെ സിമ്പിളാണ്, പക്ഷേ മാത്തമാറ്റിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു ടെക്നിക്കാണ്. അപ്പോൾ ഇത്രയാണ് ഇന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ലീനിയർ പ്രോഗ്രാമിങ്ങിനെ ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തുക മാത്രമാണ് ഇന്ന് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മീനിങ് പറഞ്ഞു, ഡെഫിനിഷൻ പറഞ്ഞു, അതിൻ്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞു. ദെൻ അതിൽ കുറച്ച് ടേംസ്, അതുപോലെ തന്നെ നമ്മൾ പ്രോബ്ലം ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ അതിൻ്റെ അസംഷൻസ്, ദെൻ അതുപോലെ തന്നെ ലാസ്റ്റ് മെറിറ്റ്, ഡിമെറിറ്റ്, ദെൻ അതുപോലെ തന്നെ അതിൻ്റെ അപ്ലിക്കേഷൻസ്. ഓക്കെ, ഇതിൽ എല്ലാം തിയറി ബേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ടേംസ് പലപ്പോഴും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. PG ലെവൽ എക്സാമിന് തന്നെ ടേംസ് essay ആയിട്ട് തിയറി ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ മെറിറ്റും ഡിമെറിറ്റും പലപ്പോഴും ചോദിച്ച് കാണുന്നതാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ.